ചെക്കിങ് തന്നിരുന്നെങ്കിൽ എനിക്ക് പോയായിരുന്നു. തരാം മാഡം. ഡോളി മാഡം ഒപ്പിടണം. ഞാനൊന്ന് നോക്കട്ടെ. മാഡം, ആ കല്യാണി പെട്ടെന്ന് പോകാൻ ധൃതി പിടിക്കുക. ശരി മാഡം. ഡോളിമേടെ ഒപ്പിടാൻ വാങ്ങി. ഇപ്പൊ കൊണ്ടുവരും. അല്ല, എനിക്ക് പെട്ടെന്ന് പോണമായിരുന്നു. ഇരിക്കും മാഡം, ഒരു 5 മിനിറ്റ്. ഡോളിമേടെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൈയൊന്ന് വാഷ് ചെയ്തിട്ടേ സൈൻ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാ. മാഡത്തിന് ചായയോ കോഫിയോ? എനിക്കൊന്നും വേണ്ട. ശരി മാഡം. നാളെ കോടതി ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത് സന്തോഷാണ് സാർ. അത് വീട്ടിൽ പോവല്ലോ അല്ലേ? അതെ സാർ. മുഖത്തെ ഒരു പ്രസാദം കണ്ടില്ലേ? ഉച്ചയ്ക്ക് വീട്ടിൽ പോകുന്നതിന്റെ സന്തോഷം. അത് പിന്നെ സാറേ, എടോ, കേസ് എടുക്കുമ്പോ ഒരു മിനിറ്റ്. ഹലോ. ഓക്കെ ഓക്കെ, ശരി. വണ്ടി എടുക്ക. വാ കേറ്. കോൾ കല്യാണി. ഹലോ, എന്ത് പറ്റി വലിയ? ഒന്നുമില്ല കല്യാണി. നീ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അത് വലിയ ഞാൻ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ശരി ശരി. ഹലോ മാഡം, ഒരു 5 മിനിറ്റ് നിക്ക് മാഡം. ഞാൻ ചെക്ക് പിന്നെ മേടിച്ചോളാം. എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. സോറി മാഡം, ഒരു VIP കസ്റ്റമർ വന്നതുകൊണ്ടാ. ഇപ്പൊ ചെക്ക് തരാം മാഡം. പ്ലീസ് മാഡം. അത് ഇരിക്കും മാഡം, ഞാൻ ഇപ്പൊ ചെക്കുമായിട്ട് വരാം. പ്ലീസ്.
ഇല്ല, ഞാൻ പോവാ. സൗന്ദര്യ ബ്യൂട്ടി പാർലർ. നിങ്ങളിവിടെ നിൽക്ക്. സർ. വരൂ. നിക്കടെ അവിടെ. എന്താ സാർ, എന്താ പ്രശ്നം? അയ്യോ പാവം, ഒന്നും അറിഞ്ഞൂടാ. പരാതി കിട്ടിയിട്ട് കുറച്ചു നാളായി. കൈയോടെ പിടിക്കണമെന്ന് വിചാരിച്ചു. എന്താടി, പെൺവാണിഭം മാത്രമേ ഉള്ളോ അതോ ഡ്രഗ്സും ഉണ്ടോ ഇവിടെ? എവിടെ പോവാ? അവിടെ തന്നെ. ഇത് എന്റെ വണ്ടിയാ സാർ. ആ വണ്ടിയുടെ ചാവി ഇങ്ങനെ എടുക്കെന്താ? ഇങ്ങത്തെ ആ ഷൂ ഒക്കെ അങ്ങോട്ട്. ആ വേഗം ആവട്ടെ. സർ, എന്നെ വിടണം. എനിക്കിതൊന്നും അറിയില്ല. ഞാനിവിടെ AK ഹെർബൽസിന്റെ പ്രോഡക്റ്റ്. അവളുടെ ഒരു AK ഹെർബൽസ്. ഇവളേതാടി? രണ്ടെണ്ണത്തിനെ പിടിച്ച് ജീവിക്കരുത്. മതി നിന്റെയൊക്കെ ബ്യൂട്ടി ക്ലിനിക്ക്. ഇന്നത്തോടെ തീർന്നുവല്ല. അകത്ത് വേറെ എത്ര പേരുണ്ടടി? അകത്ത് പോയി നോക്കണോ. വല്ല കഞ്ചാവോ മയക്കുമരുന്നോ ഉണ്ടോന്ന് നോക്ക്. സർ, എനിക്ക് പോണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളല്ല. അത് നിന്നെ ഇവിടെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. സർ, ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളുമായിട്ട് വന്നതാ. ഓർഡർ ചെയ്ത സാധനം? അതെന്ത് സാധനം? ഞങ്ങളുടെ കമ്പനിയിലെ ഹെർബൽ പ്രോഡക്ട്സാ. ഇവര് അതിന്റെ എമൗണ്ട് ചെക്കായിട്ട് തരാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തിയതാ. നിനക്കറിയാമോ അവളെ? ഇവള് പറയുന്നതൊക്കെ ശരിയാണോന്ന്? ആരാ ഇവള്? എനിക്കറിയില്ല സർ. ചെക്കോ? ഇവിടെ എല്ലാവർക്കും ക്യാഷ് പേയ്മെന്റാ സർ. അയ്യോ സർ, ഈ സ്ത്രീ കള്ളം പറയുന്നതാ. ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളുമായിട്ട് വന്നതാ. ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്. നിന്നെ പോലുള്ളവർക്ക് പറയാൻ ഒരു ന്യായം ഉണ്ടാവും എപ്പോഴും. സർ, അകത്തങ്ങും ആരുമില്ല. വേറൊന്നും കിട്ടിയിട്ടില്ല. ശരി, എല്ലാത്തിനെയും പിടിച്ച് ജീവിക്കാറോ? സർ, നിങ്ങൾ ആളറിയാതെയാണ് എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അത് നടക്കില്ല. ഞാൻ വരില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കും. സർ, ഒരു തെറ്റ് ചെയ്യാത്ത എന്നെ എങ്ങനെയാ കോടതിയിൽ ഹാജരാക്കുക? വകുപ്പും ലോ പോയിന്റും ഒക്കെ പഠിച്ചിട്ട് തന്നെ ഈ കുപ്പായം ഇട്ടേക്കുന്നത്. അത് നിന്നെ ബോധിപ്പിക്കാൻ മനസ്സില്ല. സർ, ഇങ്ങോട്ട് വാടി നിന്ന് ന്യായം പറയാതെ ഒന്നടി അങ്ങോട്ട്. എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. ഞാൻ കാണിച്ചു തരാം. വെക്കടി ഫോൺ. സ്വിച്ച് ഓഫ് ചെയ്യടി. നീ ആരെയും വിളിക്കണ്ട. അറിയിക്കേണ്ടവരെയൊക്കെ ഞാൻ അറിയിച്ചോളാം. സർ, പിടിച്ചോടോ. വാടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് നടന്നേ. ഇങ്ങോട്ട് നടക്കടി. എന്നെ വിടൂ. കേറങ്ങോട്ടോ. കേറ്. ഇവളെ പിടിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അകത്ത് വിട്. അങ്ങോട്ട് കേറാൻ. എന്താ കാര്യം? അറിയില്ല. എന്നാലും ഈ ആധാർ കാർഡ് ചേച്ചി എവിടെ കൊണ്ടുവച്ചേക്കുന്നത്? കാണുന്നില്ലല്ലോ. എന്നാൽ ഈ ചേച്ചിയുടെ ഒരു കാര്യം. കല്യാണി,
കല്യാണി, അനിയൻകുട്ടാ, അനിയൻകുട്ടാ. സുജാതേച്ചിയോ? അനിയൻകുട്ടാ, കല്യാണി എവിടെ? സുജാതേച്ചി ചേച്ചി കമ്പനിയിലേക്ക് പോയിരിക്കുക. ഓ, ഞാനതങ്ങ് മറന്നു. കല്യാണി ഇപ്പോ വലിയ കമ്പനി നടത്തുന്ന ആളാണല്ലോ. ശരി അനിയൻകുട്ടാ. സുജാതേച്ചി, എന്താ അനിയൻകുട്ടാ? ആ മൊബൈൽ ഒന്ന് തരാവോ? എനിക്ക് ചേച്ചി ഒന്ന് വിളിക്കാനാ. വിളിക്ക്. എന്താടാ ഇത്ര അർജന്റ്? എന്റെ ആധാർ കാർഡ് ചേച്ചി എവിടെയാ വച്ചിരിക്കുന്നതെന്ന് അറിയാനാ. സ്കൂളിൽ നിന്ന് ആധാറിന്റെ കോപ്പി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്തുപറ്റി? കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. കിട്ടുന്നില്ലല്ലോ. വലിയനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ. വല്ലുഞ്ഞെ, ഞാൻ അനിയൻകുട്ടനാ. പറയാനീകുട്ടാ. വല്ലുഞ്ഞെ, ചേച്ചിയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാവോ? എന്തുപറ്റി അനിയൻകുട്ടാ? കല്യാണി ഇപ്പോ അടുത്തില്ലല്ലോ. നീ കല്യാണിയുടെ ഫോണിൽ വിളിക്ക. ചേച്ചിയുടെ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. സ്വിച്ച് ഓഫോ? ഞാനിപ്പോ കല്യാണിയെ വിളിച്ചല്ലേ ഉള്ളൂ. നീ ഒന്നുകൂടെ കോൾ ചെയ്ത് നോക്കിയേ. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കി വല്ലുഞ്ഞെ. ചേച്ചിയുടെ നമ്പർ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. ശരി ശരി, നീ വെച്ചേക്ക്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി വല്ലുഞ്ഞെ. സർ, പാക്കിംഗ് മെഷീൻ സ്റ്റക്കായി. അത് സർവീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയൂ. പറഞ്ഞു സർ. ഗുഡ്. എന്നെ ഒന്ന് എൻട്രൻസിലേക്ക് എത്തിക്കോ. ഫോൺ കയ്യിലിരിക്കട്ടെ. ആനന്ദ് സാറോ കല്യാണിയോ നിന്നെ തിരിച്ചു വിളിച്ചാലോ? വേണ്ട ചേച്ചി, തിരിച്ചു വിളിച്ച ആധാർ കാർഡ് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാ മതി. ശരി. ഓപ്പോളമ്മ പോയതിനു ശേഷം നീ തടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആഹാരമൊക്കെ കുറയ്ക്കണം കേട്ടോ. എന്നാലും ഈ ആധാർ കാർഡ് എവിടെയാ വെച്ചിരിക്കുന്നത്? സർ, സ്റ്റെപ്പാണ്. പതുക്കെ പതുക്കെ സർ. ഇനി നടക്കാം സർ. ശരി, നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ. ശരി സർ. ശരി. കോൾ കല്യാണി. അനിയൻകുട്ടൻ പറഞ്ഞതുപോലെ കല്യാണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണല്ലോ. ഇങ്ങോട്ട് എടുക്കടി. മര്യാദയ്ക്ക് ഇരുന്നോണം അവിടെ. മേഡം ഫോൺ തരൂ. മേഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. അടങ്ങിയിരുന്നോണം, ഇല്ലെങ്കിലേ വലിച്ചെടുത്ത് പുറത്തെറിയും ഞാൻ. എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ അപകടം പറ്റിയതാണെന്ന് എഫ്ഐആർ എഴുതി കേസ് ഞാൻ ക്ലോസ് ചെയ്യും. സർ, ഞാൻ ഒരു ഫോൺ വിളിച്ചിട്ട്. സർ പ്ലീസ് മിണ്ടാതിരിയുടെ അവിടെ. ശരി. കല്യാണി. സർ, ആനന്ദ് സാറല്ലേ? അതെ സർ, ഞാനൊരു ജോലി അന്വേഷിച്ചു വന്നതാ. എന്റെ പേര് പ്രവീണ. ഞാൻ കമ്പ്യൂട്ടർ ടാലി പാസ്സായതാ. ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. എന്റെ അയൽക്കാരി ഇവിടെ പാക്കിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ചേച്ചി പറഞ്ഞറിഞ്ഞതാ. ഞാൻ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യും സർ. സർ, എനിക്ക് അച്ഛനില്ല. ഒരു അനുജനും അനിയത്തിയും ഉണ്ട്. അവര് പഠിച്ചോണ്ടിരിക്കുക. അമ്മ കോർപ്പറേഷനിലാ വർക്ക് ചെയ്യുന്നത്. ഈ ജോലി കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു സർ. അകത്ത് മാനേജർ ഉണ്ട്, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. താങ്ക്സ് സർ.
സാറിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഒരു ഭാഗ്യമാണ് സാർ. ചെല്ല നിക്ക്. സാർ, എന്താ കുട്ടിയുടെ പേരെന്താ പറഞ്ഞ? പ്രവീണ. മാനേജറെ കാണുന്നതിന് മുമ്പ് കുട്ടിയുടെ ജനറൽ നോളജ് ഞാനൊന്ന് അറിയട്ടെ. ഈ ഫോണില് സൗന്ദര്യ ബ്യൂട്ടി ക്ലിനിക്കിലേക്കുള്ള ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യുക. ശരി സാർ.